ചെറ്റയുടെ പേഴ്സിൽ എന്റെ ഭാര്യയുടെ ഫോട്ടോ. വലിയേട്ടാ ബസ് കിട്ടിയില്ലേ? കിട്ടി. എന്നിട്ട് കേറിയില്ല. കാരണം തൽക്കാലം നാട്ടിലേക്ക് തിരിച്ചു പോണ്ടെന്ന് വെച്ചു. അതെന്താ? ഇനിയുള്ള കാലം വലിയേട്ടന്റെ കൂടെ ഇവിടെ തന്നെ. എടാ, തിരിച്ചറിവ് വൈകിയ വരൂ എന്ന് പറയുന്നത് എത്ര ശരിയാ? അനുഗ്രഹം വാങ്ങിച്ചോ. ആശാൻ അനുഗ്രഹം ഉണ്ടെങ്കിൽ ഏത് കൂട്ടും പെട്ടെന്ന് വിളിക്കാം. അതെ. നിന്ന് പുകഴ്ത്താതെ പണിക്ക് പോടാ പന്നി. ഇന്ന് ചന്ത ദിവസമാണ്, മറക്കണ്ട. നീ പോകുന്നില്ല? ഞാൻ റോഡ് വേല വൈകുന്നേരത്തെ ഷിഫ്റ്റ്. വണ്ടിക്കൂലി മാത്രം എടുത്തോണ്ട് പോകോ. അപ്പോ നീ ഏട്ടന്റെ അടുത്ത് വന്ന് നന്നാവാൻ തീരുമാനിച്ചു അല്ലേ? അതെ. അല്ല, ഒറ്റ രാത്രി കൊണ്ട് നിന്റെ മനസ്സ് മാറാൻ എന്താ കാരണം? അത് പിന്നെ ഞാന് വിഷമിക്കണ്ട. ചെയ്യുന്ന തൊഴിലിനോട് ആത്മാർത്ഥത ഉണ്ടായിരിക്കണം. ഇവിടെ എല്ലാരും കാശുണ്ടാക്കാൻ വേണ്ടിയിട്ട് നെട്ടോട്ടം ഓടുകയാണ്. നമ്മളത് അടിച്ചു മാറ്റാൻ അവരുടെ പിറകെ ഓടുന്നു. അത് തൊഴിലിന്റെ ഭാഗമാണ്. അങ്ങനെ കരുതിയാ മതി. ശരിയാ വലിയേട്ടാ. എനിക്കിപ്പോ എങ്ങനെയെങ്കിലും ഒന്ന് പിടിച്ചു നിൽക്കണം. കള്ളന്മാർ പിടിച്ചു നിൽക്കണമെന്നല്ല പറയേണ്ടത്, പിടിച്ചു പറിക്കണം. അങ്ങനെ പറയും. പറിക്കാം. പിടിച്ച് പറിക്കാൻ വലിയേട്ടാ. ഓക്കെ. അപ്പോ ഐശ്വര്യമായിട്ട് ഇന്ന് തന്നെ പണിക്കിറങ്ങണം. അതിനു മുമ്പ് നിന്റെ പേരും നാളും പറഞ്ഞ് ഭൂലാൻ ദേവിക്ക് ഒരു അർച്ചനയും കായംകുളം കൊച്ചുണ്ണിക്ക് ഒരു പാൽപായസ വഴിപാടും മറക്കണ്ട. പിന്നെ എന്റെ സഹകള്ളന്മാരെ ഒന്ന് പരിചയപ്പെടാം. ഞാൻ പട്ടിമാത്തൻ. ഞാൻ MA തങ്കച്ചൻ, BA, കമ്പ്യൂട്ടർ എഞ്ചിനീയറാ, പൂട്ടുപൊളിക്കളിയിൽ ഡിപ്ലോമ, കുഞ്ഞപ്പൻ, സുരപ്പൻ, ജോപ്പൻ. മതി മതി മതി. പിന്നെ ഇവൻ എന്റെ കുഞ്ഞമ്മയുടെ മോനായതുകൊണ്ട് പറയല്ല, ഇവൻ വളരെ നല്ലൊരു കുടുംബത്തിൽ പിറന്നവനാ. അതുകൊണ്ട് രക്ഷപ്പെടാൻ ഇതൊരു വഴിത്തിരിവാണ്. എന്നാലും അമ്മയും കല്യാണിയും കുറിച്ചൊക്കെ ഓർക്കുമ്പോ മക്കളെ വളർത്തുമ്പോ മാതാപിതാക്കൾക്ക് ഒരുപാട് പ്രതീക്ഷകൾ ഉണ്ടാവും. അതൊന്നും നമ്മുടെ തെറ്റല്ല. ഈ ജോപ്പനെ ഇവന്റെ അപ്പം കപ്പിയാരാക്കാൻ നോക്കിയതാ, പക്ഷെ കള്ളനായില്ലേ. അതുകൊണ്ട് എന്താ, ആ കുടുംബമേ രക്ഷപ്പെട്ടില്ലേ. മിസ് കോൾ വന്നു. ട്രെയിനറാ. ട്രെയിനറോ? മോഷണകലയിലെ നമ്മുടെ എല്ലാം ട്രെയിനർ ഡോക്ടർ ബെഞ്ചമിൻ ഡി ഫ്രാങ്ക്ലിൻ. ഇതാണ് നിന്റെ ട്രെയിനർ. വലിയേട്ടാ, ഇയാളെ കണ്ടിട്ട് പട്ടിയുടെ ട്രെയിനറെ പോലെ ഉണ്ടല്ലോ. ഇതിനെ കുറിച്ച് അനാവശ്യം പറഞ്ഞോണ്ടല്ലോ കണ്ണുപൊട്ടും. തസ്കര ദേവതേ കുറിക്കണേ. ഗുഡ് മോർണിംഗ് എവരിബഡി. ബൈ, ഇത് ഇന്ന് ജോയിൻ ചെയ്ത കക്ഷിയാ, എന്റെ ഒരു ബന്ധുവാ. ഇവനെ ഞാൻ അങ്ങേ ഏൽപ്പിക്കുകയാണ്. എന്താ പേര്? ജയശങ്കർ. ജയശങ്കർ. ജയിച്ചു കയറാൻ ശങ്കയില്ലാത്തവൻ ജയശങ്കർ. മുഖത്ത് കള്ള ലക്ഷണമില്ല, പക്ഷേ ഭാവങ്ങൾ മിന്നിമറിയുന്ന മുഖം. പല കള്ളത്തരങ്ങൾ ഈ മുഖത്ത് ഒളിപ്പിച്ചു വെക്കാൻ ഞാനിവനെ പഠിപ്പിക്കും. നിങ്ങൾക്കറിയാമോ, പണ്ട് ഫിലാഡൽഫിയയിൽ വെച്ച് കള്ളത്തരത്തിലെ വില്ലത്തരം എന്ന പ്രബന്ധം ഞാൻ അവതരിപ്പിച്ചപ്പോൾ ഇതുപോലെ കള്ളനെ കണ്ടുപിട്ടി. ഇയാൾ നിങ്ങൾക്കൊരു മുതൽക്കൂട്ടായിരിക്കും. ഉസ്താദിന്റെ ഓരോ വാക്കുകളും നീ ശ്രദ്ധിച്ച് കേൾക്കണം. അതെ, ശ്രദ്ധ. അതാണ് ഒരു കള്ളന് വേണ്ട ആദ്യ ഗുണം. പിന്നെ ഗുരുത്വം അതെനിക്കുണ്ട് സർ. എന്താ തന്റെ മുഖത്തൊരു പരിഭ്രമം? അല്ല, ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെ ഒരു ട്രെയിനിങ്. സാരമില്ല, വിദ്യാർത്ഥികളോട് മനഃശാസ്ത്രപരമായ രീതിയിൽ ഇടപഴകുന്ന ഒരു അധ്യാപകനാണ് ഞാൻ. പഠിക്കുന്ന ഒരു കുട്ടിയും തോൽക്കാൻ ഞാൻ അനുവദിക്കില്ല.